Wow, that was a rush. I can't believe we sneaked into a club and got away with it. If my parents knew about this, they would freak out. Don't worry, girl. I got your back. They ain't never going to find out. I had a lot of fun. We should do this more often. Really? Wow, I don't think I can do that again. Of course you can do it. You're so courageous and so awesome. Well, thanks a lot for dropping me home. And Joey, do you love me? Baby girl, I love you so much. You're so beautiful and you're so amazing, just the way you are. Really? I love you too. Okay, girl. You'll be coming with us for the road trip next week, right? Yeah, I'll come. I'll just tell my parents I'm going for a sleepover with my friends. Gosh, look at the time. My parents are gonna kill me. Alright, I'll see you later then. Bye. Okay, I'll see you. Bye. പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ എൻ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ എനിക്കൊപ്പം വരണ്ട. അങ്ങനെ പറയല്ലേ അമ്മ. ഇനി ഞാനത് ആവർത്തിക്കില്ല. അമ്മ പറഞ്ഞതിനപ്പുറം ചലിക്കില്ല. എന്നെ കൊണ്ടുപോണം. എനിക്ക് അമ്മയ്ക്കൊപ്പം വരണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ മണി 10 എന്തിയടി നിന്റെ പുന്നാരമോൾ? 9:30 അവൾ എന്നെ വിളിച്ചു പറഞ്ഞു അവൾ ഇപ്പൊ വരുമെന്ന്. സാരില്ല, അവൾ ഇപ്പൊ ഇങ്ങെത്തും. അവളുടെ അടുത്ത് 8 മണിക്ക് വീട്ടിലെത്തിയിരിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളത്? ഇതിപ്പോ 9 കഴിഞ്ഞു, ഇപ്പൊ 10. നീ ഒരുത്തിയാ അവളെ ഇത്രയും വഷളാക്കുന്നത്. ഞാനോ? ഇവിടെ ഈ കുടിക്കുന്നതൊക്കെ പിള്ളേര് കാണില്ല എന്നാണോ വിചാരം? ഞാൻ വല്ലപ്പോഴും ഒക്കെ കുടിക്കും. എന്നും വെച്ച് അവളും കുടിക്കുമെന്നാണോ? എന്നാ നമുക്കതൊന്ന് കാണണമല്ലോ. ഇനി എന്ത് കാണാനിരിക്കുന്നു? അവൾ ഈ രാത്രിയിൽ കുംസാരിക്കാൻ പോയി എന്ന വിചാരം? ആഹാ, അപ്പൊ അമ്മയും മോളും ഒരുമിച്ചുള്ള പരിപാടിയാണല്ലേ? അവൾ ഇങ്ങ് വരട്ടെ, ഇന്ന് ഞാൻ അവളെ ശരിയാക്കുന്നുണ്ട്. അവളുടെ അഴിഞ്ഞാട്ടം ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും. അഴിഞ്ഞാട്ടത്തിന്റെ കാര്യമൊന്നും പറയണ്ട കേട്ടോ. എടി, ഇവിടെ പിള്ളേരിയ്ക്കുന്നു, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. You're in trouble. Tracy, where were you all this time? I was out with some of my friends. Haven't I told you the curfew in this house is 8 p.m.? Do you know what the time is now? Mom, I already told you. I was with my friends. We were just hanging out. എന്ത് ഹാങ്ങിങ് ഔട്ട്? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ കൂടുതൽ ഫ്രണ്ട്ഷിപ്സ് ഒന്നും വേണ്ടെന്ന്? What do you mean? Do you want me to sit in the house all the time? I can't stand this place. I hate it. എന്തോന്നാ ഹേറ്റ് ഇട്ടെന്നോ? നിന്റെ അമ്മയുടെ സ്വഭാവം എന്റെ അടുത്ത് കാണിച്ചാലുണ്ടല്ലോ. ഇത് അമേരിക്ക ആയിപ്പോയി. അല്ലെങ്കിൽ നിന്നെയൊക്കെ എനിക്ക് ശരിയാക്കാൻ അറിയാഞ്ഞിട്ടില്ല. What? You think you can do anything you want? Well then let's see it. Hit me. Hit me. Come on, let's see it. Tracy, enough. Enough, Tracy. Go to your room. Come on, Dad. Slap me. Let's see if you're a real man. I'm leaving. Don't look for me or try to find me. Mole, you cannot leave us. Sorry, da. Just take it easy. George, what have you done?
മോനെ, നീ എന്താ ഈ കാണിക്കുന്നത്? പിള്ളേരെ അടിച്ചല്ല നന്നാക്കണേ. നിന്നെ ഇതുപോലെ എപ്പോഴെങ്കിലും ഞാൻ അടിച്ചതായി നീ ഓർക്കണുണ്ടോ? അപ്പന്റെ സ്നേഹം നീ അവൾക്ക് കൊടുത്തിട്ടില്ല. കുറെ തിന്നാനും കളിക്കാനും കൊടുത്താ പോരാ. കത്തോലിക്കനാണെന്ന് വീമ്പ് പറഞ്ഞ പോരടാ മോനെ. മക്കൾക്ക് കർത്താവിനെ കൊടുക്കണം. എല്ലാരോടാ ഞാൻ ഈ ചോദിക്കണേ, ഈ വീട്ടിൽ പ്രാർത്ഥനയുണ്ടോ? നിങ്ങള് കൊന്ത എത്തിക്കണ കണ്ട കാലം മറന്നു. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്താ തള്ളയുടെ ഒരു പ്രാർത്ഥന. പറയൂടാ, നീ പറയും. അമേരിക്കയുടെ സുഖം നിന്റെയൊക്കെ തലയ്ക്ക് പിടിച്ചിരിക്കുക. എന്റെ ഈശോയെ, ഈ കുടുംബത്തോട് കരുണ തോന്നണമേ. I ain't got no money. What do you mean you have run out of money? Well, I left my parents 3 months ago. What do you expect? Well, I need money, and I need it now. What do you need the money for? Is it for all those drugs that you keep taking? I'm really sick and tired of all this. Well then, leave! Why are you still hanging around here then? I don't need you anymore. You said you loved me. Just get away from here. Get out. Joey, don't leave me. അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ, ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. അനന്ത സ്നേഹത്തിൽ ആശ്രയം തേടി മരിച്ചവനൊരു നാൾ തിരിച്ചു വന്നു. അത് സുവിശേഷ കഥയിലെ ധൂർത്തപുത്രൻ. അനന്ത സ്നേഹത്തിൽ ആശ്രയം തേടി മരിച്ചവനൊരു നാൾ തിരിച്ചു വന്നു. അത് സുവിശേഷ കഥയിലെ ധൂർത്തപുത്രൻ. ആ ധൂർത്തൻ ഞാനായിരുന്നു, ആ താതൻ ദൈവമായിരുന്നു. ആ ധൂർത്തൻ ഞാനായിരുന്നു, ആ താതൻ ദൈവമായിരുന്നു. ആ പിതൃവാ
വാത്സല്യം അലിവോടെ എന്നെ വഴി നോക്കി നിൽക്കയായിരുന്നു. ആ പിതൃവാത്സല്യം അലിവോടെ എന്നെ വഴി നോക്കി നിൽക്കയായിരുന്നു. അനന്ത സ്നേഹത്തിൽ ആശ്രയം തേടി മരിച്ചവനൊരു നാൾ തിരിച്ചു വന്നു. അത് സുവിശേഷ കഥയിലെ ധൂർത്തപുത്രൻ. ദിവസം ഇന്നായിരുന്നു. ആ ഭവനം യേശുവായിരുന്നു. ആ ദിവസം ഇന്നായിരുന്നു. ആ ഭവനം യേശുവായിരുന്നു. സുവിശേഷം കേൾക്കുമ്പോൾ ആത്മാവിലെന്നെ തഴുകുന്ന സ്നേഹമായിരുന്നു. സുവിശേഷം കേൾക്കുമ്പോൾ ആത്മാവിലെന്നെ തഴുകുന്ന സ്നേഹമായിരുന്നു. അനന്ത സ്നേഹത്തിൽ ആശ്രയം തേടി മരിച്ചവനൊരു നാൾ തിരിച്ചു വന്നു. അത് സുവിശേഷ കഥയിലെ ധൂർത്തപുത്രൻ. അത് സുവിശേഷ കഥയിലെ ധൂർത്തപുത്രൻ. അത് സുവിശേഷ. ഈശോയ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ട്രേസി, എന്റെ മോളെ, ഞാൻ എന്താ പറഞ്ഞത്? ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് ഒന്നും ഈ ലോകത്തിലില്ല. നിന്റെ മോള് നല്ല സുന്ദരിയായിട്ട് തിരിച്ചു വന്നത് കണ്ടോ?